10-ാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടുവെക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു കടല മസാല ഉണ്ടാക്കാം. അപ്പോൾ കടയിലോട്ട് ഉപ്പും 2 വെളുത്തുള്ളിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കത് മസാല ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വരണം. നല്ല സ്മെല്ല് വരുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കനം കുറഞ്ഞരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുന്ന ടൈമിൽ അതിലേക്ക് നമുക്ക് ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഗരം മസാലയും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് കുറുകി വരുന്ന ടൈമിൽ വേവിച്ച് വെച്ചിട്ടുള്ള കടല നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയും കടലയും കൂടി നല്ല മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സായി വരുമ്പോൾ അതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഗ്രേവിക്ക് അനുസരിച്ച് അടച്ച് വെച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി. ഇനി ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള സമൂസ എയർ ഫ്രയറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതാ ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ടിട്ട് അതുപോലെ ഓയിലൊന്ന് ഇതാക്കി കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും എണ്ണ ഇല്ലാണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ചും കൂടി ഒന്ന് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതും ഒന്ന് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഒരെണ്ണം നല്ല വലുതായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ കുറച്ച് ഫ്രൂട്ട്സും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണ്ണിയപ്പവും പിന്നെ നമ്മൾ സ്നാക്സും മാംഗോ ജ്യൂസൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ നമ്മൾ നോമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത